എഴുതി കിട്ടിയ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് പ്രണയിക്കാൻ പറ്റില്ല, എന്നാൽ വിവാഹം കഴിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് മനസ്സും ശരീരവും ഒരുപോലെ പറയുന്നു. ഞാൻ എങ്ങനെ ഇക്കാര്യം വീട്ടിൽ പറയും? എനിക്ക് 20 വയസ്സു മാത്രമാണ് പ്രായം. പിന്നെ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ബേസാണ് ശരിക്കും ഈ ചോദ്യത്തിൽ നമുക്കുള്ളൊരു കാര്യം. നിങ്ങളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്നുള്ളത്, വികാരം എന്നത് തെറ്റാണ് എന്ന് നമ്മൾ ആരും വിശ്വസിക്കരുത്. വിശപ്പ് തെറ്റാണോ? അല്ല. വികാരം ഒരു തെറ്റല്ല. സത്യത്തിൽ എന്താ വെച്ചാൽ തെറ്റാവുന്നത് ആ ഒരു ലൈംഗികതയെ അവിഹിതമായൊരു വഴിയിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് തെറ്റ്. നിങ്ങളൊന്ന് ആ ഖുർആൻ്റെ പ്രയോഗം ഒന്ന് ഇങ്ങനെ ചിന്തിച്ച് നോക്കും. നിങ്ങൾ സത്യത്തിൽ ഒരു പോൺ സൈറ്റിൽ, ഒരു വീഡിയോയിൽ ഒരു സ്ത്രീയെ ഏതൊക്കെ രൂപത്തിൽ ഒരാൾ കാണുന്നുവോ, ഒരു വൃത്തികേട് ഏതൊക്കെ രൂപത്തിൽ ആ സ്ത്രീ ഏതെല്ലാം ഭാവത്തിലും രൂപത്തിലും വേഷത്തിലും പ്രത്യക്ഷപ്പെടുന്നുവോ, ആ രൂപത്തിലും ഭാവത്തിലും എല്ലാം പ്രത്യക്ഷപ്പെടാൻ ഒരാളുടെ ഭാര്യയ്ക്ക് അയാളുടെ മുന്നിൽ പറ്റും. നമ്മുടെ ബെഡ്റൂമിൻ്റെ വാതിൽ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ മുന്നിൽ എങ്ങനെയും പ്രത്യക്ഷപ്പെടാം. പക്ഷെ ഈ പോൺ സൈറ്റിൽ അയാളത് കാണുന്നതോ ഹറാം. അതേ വേഷത്തിൽ സ്വന്തം ഭാര്യയെ കാണുമ്പോഴോ ഹലാൽ. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔമാ മലക്കത്ത് ഐമാനുഹും. മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് സൂക്ഷിക്കാത്ത ആളുകൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഭാര്യമാരിൽ അനുവദനീയമാണ്. എന്താണ് ആ പ്രയോഗം നോക്കുന്നത്? അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു മനസ്സും പ്രായവും ശരീരമൊക്കെ വളരുമ്പോൾ വൈകാരികത വരും. ആ വൈകാരികത വരുമ്പോൾ അത് നിർവഹിക്കാനുള്ള ഏക വഴി വിവാഹം മാത്രമാണ്. വേറൊരു വഴി അതിലില്ല. വേറെ ഏത് വഴി സ്വീകരിച്ചാലും അത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. മാത്രവുമല്ല, അത് നമ്മുടെ വിവാഹ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. രണ്ടുണ്ടാവും. ഇപ്പം നമ്മുടെ സുഹൃത്തിന് സംശയം എന്താണ്? ഞാൻ വിശുദ്ധി പാലിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വികാരമുണ്ട്, ഒരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ടിടക്കാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്, പക്ഷേ 20 വയസ്സേ ആയിട്ടുള്ളൂ, ഞാൻ എന്ത് ചെയ്യും? സത്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വികാരങ്ങൾ ഉണ്ടാകുന്ന സമയത്തു തന്നെ വിവാഹം കഴിക്കുക എന്നത് പ്രായോഗികമായി സാധ്യമല്ല. അദ്ദേഹത്തിന് 20 വയസ്സാവാം, പക്ഷെ 15 വയസ്സിൽ ഒരാൾക്ക് തോന്നാം, 13 വയസ്സിൽ ഒരാൾക്ക് തോന്നാം, 12 വയസ്സിൽ ഒരാൾക്ക് തോന്നാം. ആ സമയമൊന്നും നിങ്ങൾ വിവാഹം കഴിക്കുന്നതാണ്. അപ്പോൾ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പാരൻസിൻ്റെ ഒരു സമ്മതവും അനുകൂലവും ഒക്കെ വേണം. അങ്ങനെ നടത്തേണ്ട ഒരു കാര്യമാണ് വിവാഹം. അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, ആദ്യഘട്ടത്തിൽ വൈകാരികതയിലേക്ക് പോവാതിരിക്കാനുള്ള ഏക മാർഗം എന്താ വെച്ചാൽ വികാരത്തെ ഉദ്ദീപിപ്പിക്കാവുന്ന വഴികളെ നമ്മൾ അടക്കുക. അത് വിവാഹിതൻ മാത്രമല്ല, വിവാഹം കഴിക്കാത്തവൻ മാത്രമല്ല, എല്ലാവരും വേണം. വിവാഹം കഴിച്ച ഒരാളും അന്യ സ്ത്രീകളെ നോക്കുക, അതേപോലെ പോൺ സൈറ്റുകൾ കാണുക, അങ്ങനെയൊക്കെ ചെയ്താൽ അയാൾക്ക് ഭാര്യയുണ്ടെങ്കിലും നിയന്ത്രണ വിധേയമായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഒന്നാമത്തെ കാര്യം കുല്ലിൽ മുഅ്മിനീൻ യഗ്ദൂ മിൻ അബ്സാരിഹിം, കണ്ണുകളെ താഴ്ത്തുക. നമ്മുടെ കണ്ണുകളെ താഴ്ത്തിയാൽ നമ്മുടെ വികാരം നിയന്ത്രണ വിധേയമാകും. നമുക്കറിയാലോ, നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ത്രീയെ നോക്കി ചിന്തിക്കുക ചെയ്യാത്ത സമയത്ത് നമുക്കൊന്നും തോന്നുന്നില്ല. വികാരമുണ്ടാകുന്നത് അതിന് പറ്റുന്ന ഇൻപുട്ട് ലഭിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാട് കുറച്ച് മോശമാണ്. നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ഇറക്കി ചെന്നാൽ ഒരു സ്ത്രീ എങ്ങനെ അവളുടെ ശരീര പ്രകൃതിക്കനുസരിച്ച് അണിഞ്ഞൊരുങ്ങാം എന്ന് ഒരു ഡിസൈൻ എന്ന നിലക്ക് വലിയ ചിന്തയോടുകൂടെ ആസൂത്രണം ചെയ്തിട്ടാണ് ഓരോരുത്തരും വേഷവും ചുരിദാറും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പ്രായത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രണം പ്രയാസകരം. പക്ഷെ നോക്കാതിരിക്കുക. എങ്ങനെ നോക്കാതിരിക്കുക? നമ്മൾ കണ്ണ് തുറന്നു വെച്ചാലും കാണണ്ടാന്ന് വിചാരിക്കുന്ന സംഗതി കാണൂല. അത് നമ്മൾ പ്രത്യേകത. കാണണ്ടാന്ന് വിചാരിച്ച് നമ്മൾ കാണൂല. അപ്പോൾ കാണണ്ട എന്ന തീരുമാനമുണ്ടെങ്കിൽ കൺമുന്നിൽ